ഇടുക്കി നെടുങ്കണ്ടത്തെ ഇരട്ട കൊലപാതകം എങ്ങനെ നടത്തിയെന്ന് ഇളയ മകൻ സജി പോലീസിലേക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞു. അതത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. എങ്കിലും അതിൻ്റെ നറേഷൻ പോലീസിൻ്റെ അടുത്ത് കുറ്റസമ്മതം നടത്തിയ സമയത്ത് പറഞ്ഞത് ഇപ്രകാരമാണ്. അമ്മയെ ആദ്യം ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഭിത്തി തെറിച്ച് അമ്മ തറയിൽ വീണു. അമ്മയുടെ മുഖത്ത് പല പ്രാവശ്യം ഇടിച്ചിടിച്ച് അമ്മയെ കൊന്നു എന്നാണ്. ജ്യേഷ്ഠൻ റെജിയെ ഇയാൾ മുഖത്തും തലയിലും മറ്റും ഇടിച്ച് അവശനാക്കിയ ശേഷം കഴുത്തിൽ ഒരു തോർത്ത് കൊണ്ട് ഒരു തുണി കൊണ്ട് മുറുക്കി കൊന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേരെയും ബോഡി വീടിൻ്റെ പിന്നിലെ ചായ്പിൽ കൊണ്ട് വെച്ചു. 2 ദിവസം ചായ്പിൽ അത് ഇരുന്നു. അവിടെ നമുക്കറിയാം, നെറ്റ് നമുക്ക് തുണിയായിട്ട് പച്ച നെറ്റുകൾ കൃഷിക്കാർ ഉപയോഗിക്കുന്നത് കിട്ടുമല്ലോ. അത് ഉപയോഗിച്ച് 2 ഡെഡ് ബോഡിയും ചായ്പിൽ മൂടിയിട്ടു. 2 ദിവസം ഇരുന്ന് ആലോചിച്ചു. അതിനുശേഷം വലിയ പ്രശ്നമൊന്നുമില്ല, ആരും അറിഞ്ഞില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ആരെങ്കിലും വന്നു കയറിക്കോട്ടെ വീട്ടിൽ, ചായ്പിലോട്ട് ഡെഡ് ബോഡി മാറ്റാനുള്ള കാരണം അങ്ങനെയാണ്. അതിനുശേഷം പട്ടിയുടെ അടുത്ത് കുഴിയെടുത്ത് 2 പേരെയും അവിടെ നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇയാൾ പതിവ് പോലെ ആൾക്കാരെ, സംശയമുള്ളവരും എവിടെ പോയി അമ്മയും സഹോദരനെയും കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത് അവർ തമിഴ്നാട്ടിൽ ചികിത്സയ്ക്ക് പോയി അങ്ങനെ പറഞ്ഞു. ചിലരുടെ അടുത്ത് പറഞ്ഞത് വേറെ ചില സ്ഥലത്ത് പോയെന്നാണ്, റാന്നിയിലൊക്കെ പോയെന്ന് പലരിടത്തും പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുന്നു. സഹോദരി വിളിച്ചപ്പം പലതരത്തിൽ അവരിവിടെ ഉണ്ട്, അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പം കൊടുത്തില്ല. സഹോദരിക്ക് സംശയമായി. ആ വിവരം സഹോദരി നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. കാണാനില്ല, ഇവ മാറ്റി പറയുന്നുണ്ട്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ അവർക്കറിയാം നേരത്തെ ഈ വീട്ടിൽ നിന്ന് പരാതി ലഭിച്ചിരുന്നിട്ടുണ്ട്. ആ പരാതി ആ വീട്ടിലെ സ്വന്തം പിതാവിനെ കാണാനില്ല എന്നുള്ളതാണ്. 2018 ആ പരാതി. അവരുടെ അമ്മ മേരിക്കുട്ടിയും അതേപ്പറ്റി ഒന്നും പോലീസിൽ പറഞ്ഞില്ല. മൂത്ത ജ്യേഷ്ഠൻ റെജിയും ഒന്നും പറഞ്ഞില്ല. ആളെ കാണാനില്ല, വീട്ടിൽ നിന്ന് പുറത്തു പോയി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രശ്നം പോലീസ് അന്വേഷിച്ചിട്ട് അവസാനം അവരുടെ പിതാവ് ബസ് കയറിപ്പോയി എന്ന് വരെ അന്വേഷണം ചെന്നെത്തി. എവിടെയോ പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ആ കേസ് ക്ലോസ് ചെയ്ത് വച്ചിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അതിലിപ്പോൾ അന്വേഷണമൊന്നും നടക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ഇരട്ടക്കൊല കേസ് വന്നതോടുകൂടി അവർക്ക് പിതാവിൻ്റെ മരണത്തിൽ സംശയമായി. അത് ഏതായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇയാളെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോയി. 14 ദിവസത്തേക്ക് സജിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ ആ ബോഡി കൊണ്ടുപോയപ്പോൾ നമ്മൾ കണ്ടു, ചില കവറിനകത്ത്, ചില പ്ലാസ്റ്റിക്കിനകത്തൊക്കെ പൊതിഞ്ഞ ശരീര അവശിഷ്ടങ്ങളാണ് 2 പേരുടെയായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിനകത്തുനിന്ന് ഫോറൻസിക് ഡോക്ടർക്ക് ചില കാര്യങ്ങൾ എത്താൻ പറ്റും. മരണകാരണം എങ്ങനെയാണ് എന്ന് നിശ്ചയിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കഴുത്തിലെ സ്ട്രാങ്കുലേഷൻ ആണ് പറഞ്ഞതെങ്കിൽ അവിടുത്തെ ബോണിന്, സെർവൈക്കൽ ബോണിന് ഏതെങ്കിലും ഫ്രാക്ചറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ആ എല്ല് കിട്ടിയിരിക്കണം.
അത് തന്നെയല്ല, ഇവിടുന്ന് രണ്ടുപേര് ശരീര അവശിഷ്ടങ്ങൾ മുഴുവൻ കുറേയൊക്കെ മജ്ജയും മാംസമൊക്കെ മണ്ണിൽ ലയിച്ചിട്ടുണ്ടാവും. ശരീരത്തിൻ്റെ സ്കെൽറ്റൻ മുഴുവൻ ലഭിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതിലേതെങ്കിലും ഫ്രാക്ചർ ഉണ്ടോ? അങ്ങനെ ലഭിച്ചിരിക്കുന്ന സ്കെലിറ്റനിൽ എവിടെയെങ്കിലും ഫ്രാക്ചറോ വെട്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ സജി പറഞ്ഞ രീതിയിലല്ല കൊലപാതകം നടന്നതെന്ന് വരും. ഏതായാലും ആദ്യം സഹോദരനെ ആയിരിക്കണം കൊന്നത് എന്ന് ഞാൻ കരുതുന്നു. കാരണം അമ്മ അനാരോഗ്യമുള്ളവളാണ്. അവർക്ക് 71-72 വയസ്സാണ്. അവർ കിടപ്പ് രോഗിയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. വീടിനകത്തൊക്കെ നടക്കുമായിരിക്കാം. എങ്കിലും സഹോദരനെ റെജി ആയിരിക്കണം ആദ്യം കൊന്നത്. റെജി ഉള്ള സമയത്ത് അമ്മയെ കൊല്ലുമ്പോൾ അത് പ്രശ്നമാകാം. എന്തായാലും അതിനകത്ത് റെജിയെ തന്നെ ആയിരിക്കണം ആദ്യം കൊന്നത്. ചിലപ്പോൾ അത് അമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മയെ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു, കട്ടിലിൽ നിന്ന് എടുത്തെറിഞ്ഞു. അമ്മ താഴെ വീണു. അതിനുശേഷം അമ്മയുടെ മുഖത്ത് നെഞ്ചിലുമൊക്കെ കൈകൊണ്ട് ഇടിച്ചു കൊന്നു എന്നാണ് അയാൾ പറയുന്നത്. ഇതൊക്കെ കൺഫെഷനിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ സത്യമാണോ ഇല്ലയോ എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ ആ ഫ്രാക്ചറോ എല്ലിൻ്റെ എവിടെയെങ്കിലും ഒടിവോ ചതിവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് റീകൺസ്ട്രക്ഷൻ ഉണ്ടാക്കാനേ നമുക്ക് കഴിയുള്ളൂ. ഇവിടെ ഈ പറഞ്ഞ മൊഴി അതേപടി പോലീസ് വിശ്വസിക്കില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ അതിലേക്ക് വരികയുള്ളൂ. പക്ഷേ 2 ഡെഡ് ബോഡിയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ മിസ്സിംഗ് ഉണ്ടോ, സ്കെലിറ്റൻ എല്ല് മിസ്സിംഗ് ഉണ്ടോ എന്ന് ഫോറൻസിക്ക് നമുക്ക് മനസ്സിലാവും. അതെവിടെ പോയി, എങ്ങനെ പോയി എന്നൊക്കെ വരുമ്പം പറഞ്ഞ കഥയോട് തീർച്ചയായിട്ടും പൊരുത്തപ്പെട്ടായിരിക്കത്തില്ല സംഭവം നടന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലും ആയുധം ഉപയോഗിച്ചിട്ട് ഉറക്കത്തിലാണോ ഈ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കും. അവരെ ബോഡി കൊണ്ടുപോയി ചായപ്പി കിടത്തി 2 ദിവസം കിടത്തിയെന്ന് പറയുന്നിടത്ത് തീർച്ചയായിട്ടും അവിടെ ഫോറൻസിക് പരിശോധനയും കെമിക്കൽ എക്സാമിനർ പരിശോധനയൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടാവണം എന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ ഇനി നടത്തണം. ബ്ലഡ് സ്റ്റെയിൻസ് എന്തെങ്കിലും അവിടെ ഉണ്ടോ, ആ മനുഷ്യ ശരീരത്തിലെ അവശിഷ്ടങ്ങൾ ഏതെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി പുറത്ത് കൊണ്ടുവരേണ്ടി വരും. ഏതായാലും വളരെ ബ്രൂട്ടലായ 2 കൊലപാതകങ്ങൾ, സ്വന്തം അമ്മയും സ്വന്തം ജ്യേഷ്ഠനെയും ഇളയവൻ സജി കൊന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പിതാവിനെ ഏതെങ്കിലും രീതിയിൽ കൊലപ്പെടുത്തിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇയാൾ ഡ്രഗ്സ് അടിക്കുന്നയാളാണ്, ലഹരി ഉപയോഗിക്കുന്നയാളാണ്, അയാൾ മദ്യപാനിയാണ്. കാരണം അയാളുടെ മുഖഭാവവും ഒക്കെ കാണുമ്പോൾ പോലീസ് കീഴടങ്ങുന്ന സന്ദർഭത്തിലുള്ള അയാളുടെ പെരുമാറ്റമൊക്കെ ഒരു അബ്നോർമാലിറ്റി പോലെ തോന്നുന്നുണ്ട്. ഒരല്പം സൈക്കിക്കാണോ എന്ന് സംശയിക്കുന്നുണ്ട്. ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലേക്കുള്ള ചിന്തകൾ വരുമായിരിക്കാം. ആ കൊലപാതകം അതിക്രൂരമായി ഇയാൾ നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം തീർച്ചയായും സത്യമായിരിക്കും, അത് പരമാർത്ഥമായിരിക്കും. കൊന്നത് എങ്ങനെയെന്നാണ് ഇനി അറിയേണ്ടത്. അതറിഞ്ഞ്, കാരണം അതിനകത്ത് ഫോറൻസിക് സയൻസിൽ അവിടെ കെമിക്കൽ എക്സാമിനറുടെ ലാബിലെ ഏതെങ്കിലും ഇൻഡസ്റ്റൈനിലെ ഭാഗങ്ങളോ സ്റ്റൊമക്കിൻ്റെയോ സ്മോൾ ഇൻഡസ്റ്റൈൻ ലാർജ് ഇൻഡസ്റ്റൈൻ ഏതെങ്കിലും ഭാഗങ്ങൾ അയച്ചാൽ വിഷാംശത്തിൻ്റെ എന്തെങ്കിലും തരികൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നും നോക്കേണ്ടിയിരിക്കുന്നു. കാരണം വിഷം കൊടുത്ത് അല്ലെങ്കിൽ ഫുഡ് രാത്രി വാങ്ങിച്ചു കൊടുത്ത് 2 പേരെ അൺകോൺഷ്യസ് ആക്കി അതിനുശേഷം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇയാളുടെ ദേഹത്ത് ചില സ്റ്റിച്ചുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിപ്പോഴത്തെ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. കരിഞ്ഞ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. അതിന് പിതാവിനെ കൊന്ന സമയത്തുള്ള ഏറ്റുമുട്ടലിലാണോ, ഇയാളുടെ പല സുഹൃത്തുക്കളും ഡ്രഗ്സ് അടിക്കുന്നവരായിരിക്കണം ആ വീട്ടിൽ വന്നു പോകുന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. ഏതായാലും ദുരൂഹത ധാരാളമുണ്ട്. അത് പോലീസ് കണ്ടെത്തി. അത് അടുത്ത റിമാൻഡിന് മുമ്പ് ആ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് ഞാൻ കരുതുന്നത്.